നെക്സ്റ്റ് റൂമിലെ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് മോഷണാണ്. അവിടെ സാധനങ്ങൾ വരുന്ന സമയത്ത് അതെടുത്തു കൊണ്ടുവയ്ക്കുമ്പോൾ അറിയാതെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റലാണ് നെക്സ്റ്റ് റൂമിന്റെ പരിപാടി. നെക്സ്റ്റ് റൂമിലുള്ളത് അവിടെ അർജുൻ, ഗബ്രി, സിജോ, അപ്സര എന്നിവരാണ്. 4 പേരും കട്ടയ്ക്ക് നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം രസകരമാണ്. അവരുടെ മാത്രമല്ല കഴിക്കുന്ന സമയത്ത് അവർ എല്ലാവർക്കും കൊടുക്കുന്നൊക്കെയുണ്ട്. കൊടുത്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അവർ ഫുള്ള് മോഷണമാണ് നടത്തിയിരുന്നത്. മോഷണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ എടുത്ത് ഉപ്പിലിടാണ്. അപ്പൊ അപ്സര അത് ചെയ്യുന്ന കണ്ടിട്ട് അവിടെ ജാസ്മിൻ വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിയിലൊപ്പം. അപ്പൊ ജാസ്മിൻ ആ അന്തം വിട്ടിട്ട് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അപ്സര ഇരുന്ന അരിയാണ്, ക്യാരറ്റ് ഇരുന്ന് അരിയുന്ന സമയത്ത് അപ്സരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല അപ്സരെ, ഞാൻ വന്ന സമയത്ത് അപ്സരനെ ആലോചിക്കുകയാണ്, മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം തെറ്റൊക്കെയാണെന്ന് പറഞ്ഞിരുന്ന അപ്സര ഇപ്പൊ മോഷ്ടിക്കാതെ അപ്സരയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്സര പറയുന്നുണ്ട് ശരിയാണെന്ന്, അപ്സര സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഒരുപാട് നന്ദിയുണ്ട് നെക്സ്റ്റ് റൂമിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നതിന്, ഈ വൈബിലേക്ക് തിരിച്ചെത്തിയതിന് ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട്. ഈ മോഷണമൊക്കെ നടത്തുന്നതിന് മെയിൻ ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഇപ്പോൾ സിജോ ആണ്. ഇവർ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും സിജോ ഇല്ലാത്ത സമയത്തും നല്ല മോഷണമായിരുന്നു ഇവരുടെ ഈ ടീമിന്റെ മൊത്തം പരിപാടി. മുട്ടയൊക്കെ ഫുൾ അടിച്ചു മാറ്റിയിട്ട് പുഴുങ്ങി കഴിക്കുകയും പൊരിച്ചു കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവരെല്ലാവരുടെ അടുത്തും പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ സിജോ വന്നപ്പോൾ സിജോ ഇവരുടെ കൂട്ടത്തെ കൂടിയിട്ട് അടിച്ചു പൊളിച്ച് മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിജു ആണ് ഇത്തവണ ക്യാരറ്റ് കഴുകാനുള്ള വെള്ളം എടുത്തോണ്ടിരുന്നത്, ഉപ്പ് എടുത്തോണ്ടിരുന്നത് ഒക്കെ. ഇത് കണ്ടിട്ട് അന്തം വിട്ടുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിജോയുടെ അടുത്ത് ആക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ. അല്ല സിജോ, ഇതാണോ നീ കാട്ടുതീയായിട്ട് വന്നു എന്ന് പറഞ്ഞതെന്ന്. ദേഷ്യത്തിലൊന്നല്ല ചോദിച്ചത്, പക്ഷെ നന്നായിട്ട് ആക്കിയിട്ട് തന്നെയാണ് സിജോന്റെ അടുത്ത് ചോദിച്ചത്, ഇതാണ് സിജോ നീ കാട്ടുതീയായിട്ട് വന്നതെന്ന്. സിജോ ഒന്ന് ചമ്മിപ്പോയി. എന്നിട്ട് സിജോ പറയുന്നുണ്ട്, അല്ല അത് ഞാൻ ഗെയിമിലാണ് പറഞ്ഞത്, ഇവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം, ഇവിടെ ബന്ധങ്ങൾ വേണം, അതിനിങ്ങനെയൊക്കെയുള്ള രസകരമായ മുഹൂർത്തങ്ങളൊക്കെ വേണം, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നല്ല. ഗെയിമിലാണ് കാട്ടുതീ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു അവിടെ സിജോ. എന്തായാലും സംഭവം നല്ല രസമൊക്കെ തന്നെയായിരുന്നു. മോഷണവും അവരുടെ ഇതൊക്കെ അവിടെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പേര് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് രസകരമായിട്ട്. പക്ഷേ ആ കിട്ടിയ സമയത്ത് അപ്സരയ്ക്കും സിജോയ്ക്കും ഇട്ടിട്ട് നല്ല കൊട്ടുകൊട്ടുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ. അതിൽ ഏറ്റവും വലിയ കൊട്ട് കിട്ടിയത് എന്തായാലും സിജോയ്ക്ക് തന്നെയാണ്. സിജോന്റെ കാട്ടുതീ എന്ന് പറയുന്നത് ഈ മോഷണമാണെന്ന് അറിഞ്ഞില്ല എന്ന്.